ഇപ്പോൾ ശ്രീ രത്നകുമാർ പല്ലിശ്ശേരി സിനിമാ ലേഖകൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ പല്ലിശ്ശേരി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് സിനിമാ രംഗത്തെ ഈ തമ്മിൽ തല്ലിനെ, അമ്മ സംഘടനയിലെ? സിനിമാ രംഗത്തെ തല്ലിത്തല്ലിനെ കുറിച്ചല്ല, കാരണം ഇത്രയും വലിയൊരു സംഘടന അത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയപ്പോ അതിനുള്ളിൽ എന്ത് നടന്നാലും അതിൽ ഒരു രഹസ്യവും പുറത്തു പോയിരുന്നില്ല. ഇപ്പോ സിനിമയ്ക്കുള്ളിൽ ജാതിയും മതവും ഇല്ല എന്ന് പറഞ്ഞാലും അതെല്ലാം കൂട്ടി കൊഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നതാണ്. ഇത് പ്രശ്നം തുടങ്ങിയത് എപ്പോഴാ? കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് മുതലാണ് ഈ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരാൾ മാത്രമാണ് എതിരില്ലാത്ത തെരഞ്ഞെടുപ്പ്, അൻസിബ മാത്രം. പക്ഷെ അന്ന് മുതൽ അൻസിബയെ കുരിശുമേറ്റാൻ വേണ്ടി ചില ശ്രമം നടന്നിരുന്നു. പൂർണ്ണ അധികാരത്തോടെ ഭൂരിപക്ഷം സ്ത്രീകളടങ്ങുള്ള കമ്മിറ്റി അധികാരത്തിൽ വന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് ശരിയാവില്ല, ഇത് പ്രശ്നമുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ പലരും പരിഹസിച്ചു. ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം നാറിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ഞങ്ങളടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിയോ മോഹൻലാലോ ഇടപെടണമെന്ന്. ഇനി അവർ പോലും ഇടപെട്ടാൽ പോലും പരിഹരിക്കാൻ പറ്റാത്ത വിധം ഈ പ്രശ്നം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ മുന്നില് ജാതിയും രാഷ്ട്രീയവും വന്നിരിക്കുന്നു. ഈ രണ്ടും രാജ്യത്തെ ഇതിലെ വലിയ ഭീകരതമായ പ്രശ്നങ്ങളാണത്. അൻസിബ രാജ്യദ്രോഹപരമായ കാര്യം ചെയ്തു എന്ന് ടിനി ടോം പറയപ്പെട്ടതിന് ശേഷമാണ് ഈ പ്രശ്നം രൂക്ഷമായി വന്നിട്ടുള്ളത്. അതൊരു വ്യക്തിയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് അഭിമാനത്തിന് പോറേൽപ്പിച്ച കാരണം അതിപ്പോ കേസ് കോടതിയിലെത്തി. ആ കേസ് കോടതിയിലെത്തിയപ്പോൾ തന്നെ അനുബന്ധമായി കൊണ്ട് നടന്മാര് പരസ്പരം ചേരി തിരിഞ്ഞ് ഇപ്പൊ ഇത് യുദ്ധം എന്ന് പറയാം, അടി കൊണ്ടിരിക്കുകയാണത് അല്ലേ? ശ്വേതാ മേനോൻ ഞാൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു, മെമ്പർ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു, ഞങ്ങളുടെ കമ്മിറ്റികളൊക്കെ രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇനി ഇവിടേക്കില്ല എന്ന് പറഞ്ഞു പോയ ശ്വേതാ മേനോൻ പിന്നെ തിരിച്ചു വന്നത് എന്തിനാണ്? ആര് പറഞ്ഞിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ്? അപ്പൊ അവർ തനിച്ചല്ല, അവരുടെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി ആരാണെന്ന് ഈ രംഗത്തെ സംഘടനയ്ക്കുള്ളിൽ പലർക്കും അറിയാം. രാഷ്ട്രീയവും ഉൾപ്പെടുത്തുകയാണല്ലോ. BJP ആണ് അവർ, BJP അമ്മ പിടിക്കാൻ പോവുകയാണ് എന്നുള്ള ആരോപണം വരുന്നുണ്ട്. താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള BJP അത് പറയാം. BJP മാത്രമല്ല, അതിലെല്ലാ പാർട്ടിക്കാരും ഉണ്ട്. BJP എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ പറഞ്ഞുകൂടെ? കോൺഗ്രസിനെ പറയുമ്പോൾ ഇടതുപക്ഷത്തെ പറഞ്ഞുകൂടെ? അതൊക്കെ പറയാം. അങ്ങനെ വ്യക്തമായി പറയാൻ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. ഇപ്പൊ ചൂണ്ടിക്കാണിക്കാനുള്ള എന്താ? രണ്ട് നടിമാര് BJPയുടെ ഈ മുന്നണിയിൽ മത്സരിക്കാൻ പോയി, ഒരാൾക്ക് സീറ്റ് കിട്ടി, ഒരാൾക്ക് വരില്ല. അതൊക്കെ അവരുടെ കാര്യം, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിനുള്ളിൽ രാഷ്ട്രീയം കലരാൻ പറ്റാത്ത രീതിയിലാണ് ആ സംഘടന കെട്ടുറപ്പ്. അത് ഇന്നവരെങ്ങനെ? ഞാൻ കുറെ ശ്രമിച്ചിട്ടുള്ള, പലരും ഇന്റർവ്യൂ ചോദിച്ചിട്ടുള്ള, അപ്പൊ അവരെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, ഞങ്ങൾക്ക് ജാതിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ നടന്മാരാണ്, ഇതിനേക്കുള്ളിലേക്ക് രാഷ്ട്രീയം കലർത്തില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെയാണ് ആ സംഘടന കെട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ വൃത്തികെട്ട രീതിയിലേക്ക് ഈ സംഘടന നീങ്ങിയത് എന്നുള്ളതാണ്. ഇതിൽ കുറെ കോടികളുണ്ട്. കഴിഞ്ഞ കമ്മനം പുതിയ ഭാരവാഹികൾ പോകുമ്പോൾ ഈ കോടികൾ നഷ്ടമുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പൊ ചോദിക്കാനും പറയാനും ആരുമില്ല. അതിലുപരി തന്റെ ഇടമുള്ള ആണുങ്ങള്, അങ്ങനെ പറയാൻ പറ്റില്ല, തന്റെ ഇടമുള്ള ആണുങ്ങള് ആ സംഘടന ഇല്ല. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്നവരില്ല ഇവിടെ എന്നാലോചിക്കണം, ഇല്ലേ? ആരൊക്കെയാ? കുറച്ച് നടികളാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അവരെങ്ങനെ ചുടുചോര വാരി കുടിപ്പിക്കുന്നതിലേക്ക് പോകും. കുറച്ച് നടിമാർ എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്ന ആരാണ്? ഈ ശ്വേതയും ശ്വേതയുടെ കൂടെ ഉള്ളവരും അൻസിബ അടക്കമുള്ളവർ രംഗത്ത് വരുമ്പോഴും അവരെ പുറകെ രംഗത്ത് വരാത്തവരുണ്ട് ഇവിടെ. അപ്പൊ ഒരു വ്യക്തിയിലല്ല, പല വ്യക്തികളിലേക്ക് പല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോ മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന എന്താ? അൻസിബയും അയലേറ്റുകൂട്ടല്ലേ വന്നിരിക്കുക. അൻസിബയാണ് ഇവിടെ ഏറ്റവും വലിയ കുറ്റം ചെയ്തിരിക്കുന്നത് എന്ന രീതിയിൽ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. വ്യക്തിപരമായി എനിക്ക് ആ അൻസിബയായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു സാധാരണ മാധ്യമ പ്രവർത്തകർ, ഒരു നടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ ആ സംഘടനയ്ക്ക് ചെയ്ത നേട്ടങ്ങളെ കുറിച്ച് ആരും പറയുന്നില്ല. ഇപ്പോ അങ്ങനെ പറയേണ്ടതാണ്. ഈ സംഘടന ശക്തമായ ഒരു കഥാപാത്രം മാലാ പാർവതി അടക്കമുള്ളവർ ഈ സംഘടന വരണമെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അന്ന് അവരത് കേട്ടില്ല. ഇന്ന് അവരെ പോലെ കുറച്ചു പേര് സംഘടനയ്ക്ക് വരണം. മാറിയ സാഹചര്യത്തിൽ ഈ സംഘടനയെ നയിക്കാൻ ഇപ്പൊ യോഗ്യര് KV ഗണേഷ് കുമാറാണ് പ്രസിഡന്റായി വരേണ്ടത്. KV ഗണേഷ് കുമാർ, ജഗദീഷ് വരണമെന്ന് ഞാൻ അഭിപ്രായമുള്ള ആൾക്കാരാണ്. അതോടൊപ്പം തന്നെ ബാബുരാജ് വരണമെന്ന അഭിപ്രായക്കാരാണ്. ഈ കമ്മിറ്റിയിൽ അൻസിബ വരണമെന്ന അഭിപ്രായക്കാരാണ്. അങ്ങനെ തെരഞ്ഞെടുത്ത ഒരു കമ്മിറ്റി നിലവിൽ വന്നാൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇരിക്കടി അവിടെ എന്ന് പറഞ്ഞാൽ ഇരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് അവർ തയ്യാറാകുന്നില്ല. അവർ ആസ്വദിക്കുകയാണ്. ഇപ്പോ എന്തിനാണ് അവർ ഇങ്ങനെ ആസ്വദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്.
ഇത്രയും വലിയൊരു സംഘടന, ശരി 500 പേരുള്ള പലിശ്ശേരി, ഞാൻ ഒന്ന് സംഘടന. ഇടപെടുകയാണ്. താങ്കൾ കുറച്ച് സമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരുക. മായയുണ്ട്, മായ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.